ഡോക്ടർ ജയചന്ദ്രൻ, 241 പേരുടെ മൃതദേഹങ്ങൾ അവിടെ അങ്ങിങ്ങായി ചിതറിക്കിടപ്പുണ്ട്. ഇനി ഒരു ഭഗീരഥ പ്രയത്നം തന്നെയല്ലേ ഇത് തിരിച്ചറിയുക? DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടി വരില്ലേ? അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ജയചന്ദ്രൻ, നമ്മള് സീവിയർ ഇഞ്ചുറി തന്നെ സെക്ഷനായിട്ട് മാറ്റിയിട്ടുണ്ട്. സീവിയർലി ഇഞ്ചുവേർഡ്, അതുപോലെ തന്നെ വെരി ഫാറ്റലി ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ചില ബോഡികളൊക്കെ കംപ്ലീറ്റ്ലി ചാർഡ് ആയിട്ടുണ്ട്, വളരെ കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് തന്നെ അതിന്റെ DNA പരിശോധനകൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. മൃതദേഹങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ട രീതിയിലുള്ള ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾ ചെയ്ത് വിട്ടുകൊടുക്കാനുള്ള വളരെ അടിയന്തരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഈ പരിസരത്ത് ചെറിയ തോതിൽ പോലും ഇഞ്ചുറി പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഫാറ്റലി ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരെ സിവിൽ ഹോസ്പിറ്റലിലേക്കും ചെറിയ തോതിലൊക്കെ പരിക്ക് പറ്റിയവരൊക്കെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്. നമുക്ക് നാളെ രാവിലെയോട് കൂടിയാണ് ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ നമുക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത. കാരണം ഇപ്പൊ ഈ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം, ഈ അപകടം ഉണ്ടായതിനു ശേഷം ആ ഏരിയ മുഴുവൻ കോർഡന്റ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പൊ എത്രത്തോളം മെഡിക്കൽ ഫാക്കൽറ്റീസിന്റെ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് കുറച്ചും കൂടി സമയം മുന്നോട്ട് പോകും. കാരണം പല വിദ്യാർത്ഥികളും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്തും ഇത് പെട്ടെന്ന് വന്ന് ഒരു തീഗോളം പോലെ പടർന്ന് ആ കോമ്പൗണ്ട് മുഴുവനും കത്തി ഒരു ഭയാനകമായിട്ടുള്ള ഒരു അഗ്നി സ്ഫുലിംഗമായി മാറിയപ്പോൾ മുകളിൽ നിന്നൊക്കെ എടുത്തു ചാടി അതിന്റെ പേരിൽ അപകടം പറ്റുകയും മരണപ്പെട്ടതായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇവരെയൊക്കെ വളരെ വാർഡ് സ്കെയിലിൽ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഓൾറെഡി അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ അപകടത്തിൽ പെട്ടു എന്നുള്ളതും അല്ലേ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. എനിക്ക് എന്റെ ഈ ദിവസത്തിലെ ഏറ്റവും വലിയ ദുഃഖം അതാണ്, ഏറ്റവും വലിയ ദുഃഖം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം തൊട്ട്, അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം തൊട്ടുള്ള എന്റെ അടുപ്പമാണ്. ആ കുടുംബമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. പലപ്പോഴും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മലയാള ആഘോഷ സമയത്തും, പ്രത്യേകിച്ച് ഓണം, വിഷു ഇതൊക്കെ വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് മലയാളികളുടെ ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു മലയാള സ്നേഹം അറിയിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് പോയി കാണുകയും പൊന്നാട് ചാർത്തുകയും ചെയ്ത് സംസാരിച്ച് പുറത്തു വരികയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ മലയാളികളെ കുറിച്ചിട്ട് വളരെ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് അദ്ദേഹം ചോദിക്കുക. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില പരിപാടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകളെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ പൊളിറ്റിക്കലി ആയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗുജറാത്തിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുപാട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നഷ്ടം. അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണ നയതന്ത്രജ്ഞനെ ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രൂപാണിജിയുടെ ഒക്കെ ജനങ്ങളുമായിട്ടുള്ള ഒരു ആക്സസിബിലിറ്റിയും, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, ജനങ്ങളുമായിട്ട് സംവേദിക്കാനുള്ള ഇത്ര മനോഹരമായിട്ട് ജനങ്ങളുമായിട്ട് അടുപ്പം പ്രവർത്തിയില്ലെങ്കിൽ സംസാരിച്ച് ജനങ്ങളെ തന്റെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരാള് ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അയൽവാസി നഷ്ടപ്പെട്ട ഒരു ദുഃഖമാണ് എനിക്ക് രൂപാണിജിയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. വലിയ നഷ്ടമാണ്, പേഴ്സണലി എനിക്ക് വലിയൊരു നഷ്ടമാണ്. നന്ദി ഡോക്ടർ ജയചന്ദ്രൻ, ഇത്രയും സമയം സംസാരിച്ചതിന് വളരെയധികം നന്ദി.